റെഫറൻസ് എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാത്രം നോക്കി പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴേക്കും അത് ഫുള്ള് കംപ്ലീറ്റ് ആകത്തില്ല, ഒരു കാരണവശാലും കംപ്ലീറ്റ് ആകത്തില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് തന്നെ, സോഷ്യൽ മീഡിയ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ടീഷർട്ടിൻ്റെ ബ്രാൻഡിങ് ആണെങ്കിൽ നേരെ പോയിട്ട് ക്ലോത്ത് ഏതാണെന്ന് വെച്ച് നോക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ ചെയ്തത് എന്താണോ അത് ചെയ്ത് വെക്കുക. ഇപ്പോൾ നേരത്തെ ബാക്കിയുള്ളവർ ചെയ്തു വെക്കുന്ന ഡിസൈൻ എന്താണോ അത് ചെയ്യുക. ബ്ലൂസ്റ്റിക് മീഡിയ ഏജൻസിയിലെ ഡിസൈൻ ലീഡാണ് അനന്തു. അനന്തുവിനോട് നമുക്കൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. അപ്പം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ലോഗോ ചെയ്യുമ്പം എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മളൊരു നല്ല റെഫറൻസ് എടുക്കേണ്ടത്? ശരിക്കും റെഫറൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരാളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കുറച്ച് റെഫറൻസ് നോക്കുക എന്ന് പറയുമ്പോഴേക്കും നേരെ സോഷ്യൽ മീഡിയയിലോട്ട് പോകും. റെഫറൻസ് എടുക്കുമ്പോഴേക്കും നമുക്ക് വേണ്ട ഒരു സാധനം, ഇപ്പോൾ ടീഷർട്ടിൻ്റെ ബ്രാൻഡിങ് ആണെങ്കിൽ ടീഷർട്ടിൻ്റെ ബ്രാൻഡിങ് മാത്രമായിരിക്കരുത് നോക്കുന്നത്. ഇപ്പം ബാക്കി ബ്രാൻഡിങ്ങുകൾ നോക്കുമ്പോഴേക്കും അവർ യൂസ് ചെയ്തിരിക്കുന്ന കളർ, ഇപ്പോൾ ഒരു KFC നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെഡിനകത്ത് KFC എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പച്ച കളറിനകത്ത് KFC എഴുതി വെക്കുന്നു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ റെഡിൽ എഴുതി വെച്ചിരിക്കുന്ന KFC, അത് അവർ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന. അപ്പം നമ്മൾ അത് നോക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഇൻസ്പയർ ആകേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മളും റെഡ് വെച്ച് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്ത് അങ്ങനെ ആക്കണമെന്നല്ല. അപ്പം അവരത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി, അവരിപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റുള്ള കളർ എടുത്ത് ചെയ്ത് വെച്ച് അത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുക.